ഇറാനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വളരെ വികാരാധീനനായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ രാജ്യത്തെ കുറച്ച് ആൾക്കാരെ ഇത്തരത്തിൽ ഭീകരവാദികൾ ആക്രമിച്ചപ്പോൾ ഉണ്ടായ ഈ ഒരു വികാരമൊന്നും അന്ന് കണ്ടില്ല. നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരൊറ്റ വാക്കേ അതിന് ഉള്ളൂ: ദേശീയത. അതായത് നമ്മുടെ രാഷ്ട്രത്തോടുള്ള സ്നേഹം, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തോടുള്ള സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസവും എൻ്റെ കാഴ്ചപ്പാടും. കാരണം ഇസ്രയേൽ ഇന്ത്യയുടെ അത്രയധികം ചേർന്ന് നിന്നിട്ടുള്ളൊരു രാഷ്ട്രമാണ് ഇസ്രയേൽ. ഇസ്രയേൽ അങ്ങോട്ട് കയറി പോയതല്ല, അറിയാമല്ലോ. ഒരു വർഷങ്ങൾക്ക് മുമ്പ് 1.5 വർഷമല്ലേ ആയിട്ടുള്ളൂ അങ്ങോട്ട് ചെന്ന്. കാരണം ഒരു പാർട്ടി നടന്ന് അതിൽ സ്ത്രീകളും കുട്ടികളും അടക്കം അത്രയും പേര് നിന്ന് സന്തോഷമായിട്ട് അവരത് അങ്ങനെ ആ ഒരു ഇതിൽ നിന്ന അവസ്ഥയിലാണ്, ആ അവസരത്തിലാണ് അവരങ്ങ് കയറി ചെന്ന് കൊടുത്തിട്ട് വാങ്ങിയതല്ലേ. എന്തായാലും യുദ്ധം എന്ന് പറയുന്ന സങ്കടം തന്നെയാണ്. കാരണം ഏത് രാഷ്ട്രമായാലും, അത് മുസ്ലിം രാഷ്ട്രമായാലും ക്രിസ്ത്യൻ രാഷ്ട്രമായാലും ഹിന്ദു രാഷ്ട്രമായാലും, ഒരാളുടെ ജീവൻ പൊലിയുന്നു എന്ന് പറയുന്നത് സങ്കടകരമായ കാര്യമാണ്. പക്ഷേ ജീവൻ പൊലിഞ്ഞേ അടങ്ങുള്ളൂ എന്ന് ചില രാഷ്ട്രങ്ങൾ വാശി വെച്ചാൽ, കാരണം അത് ലോകം മുഴുവനും കീഴടക്കാനുള്ളൊരു ആവേശത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആ ഒരിതാണ്. അപ്പോൾ അങ്ങനെ ഓരോ വാശിയും അല്ലെങ്കിൽ അങ്ങനെ ഓരോ ടാർഗറ്റ് വയ്ക്കുമ്പോൾ സ്വന്തം രാഷ്ട്രത്തിലെ പാവപ്പെട്ട ജീവനുകളാണ് പോകുന്നത്. ഇതിൽ പ്രവർത്തിക്കുന്ന ആരാണ്? ഒരു വിഭാഗം ആൾക്കാർ. ഏത് കാര്യം നമ്മൾ എടുത്തു നോക്കിയാലും ഒരു വിഭാഗം മാത്രമാണ് മുന്നണി പോരാളികൾ. ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന പാവം കുറച്ച് സിവിലിയൻസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഒരു സ്ഥലത്ത് കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ ഏതാണ് സിവിലിയൻ ഏതാണ് ടെററിസ്റ്റ് എന്ന് നോക്കി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് മൊത്തം അത് ബാധിക്കുന്നു. അവർ ചോദിച്ച് വാങ്ങുന്നതാണ്. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഇസ്രായേൽ പണ്ടേ തെമ്മാടി രാഷ്ട്രം എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ എനിക്ക് വീണ്ടും മാമിനോട്, നമ്മുടെ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഞാനിങ്ങനെ നോക്കിയിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് വികാരത്തോടെ പറയുന്നത്, എന്തായിരിക്കും ശക്തിയായിട്ട് അദ്ദേഹം തിരിച്ചടിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ ഒരു മലയാളി കൂടി മരിച്ചിരുന്നു, എന്തായിരിക്കും ഇവർ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല, ചെറിയൊരു പോസ്റ്റും ആ ഒരു പ്രതികരണം വളരെ. പക്ഷെ ഇന്നലത്തെ പ്രതികരണത്തിൽ അദ്ദേഹത്തിന്റെ ആ വികാരം ഒന്ന് കാണുമായിരുന്നു. ഇത് അദ്ദേഹം ഇവിടെ ചോറിങ്ങും കൂറും മറ്റു പലതുമാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരൊറ്റ വാക്കാണ് അത്. ഒരിക്കലും ഭാരതത്തെ ഉൾക്കൊണ്ട് ഞാൻ ഭാരതീയനാണ്, ഞാനൊരു കാരണം ലോകഗുരുവെന്ന് ഇന്ന് ആ സ്ഥാനത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഒരു മഹത്തായൊരു രാഷ്ട്രത്തിൽ ജനിച്ചിട്ട് ആ രാഷ്ട്രത്തിനോടൊരു കൂറ് ഇല്ലാത്തത് കൊണ്ടാവാം അങ്ങനെ അല്ലാത്തൊരാൾക്ക് ഇങ്ങനെയൊന്നും. കാരണം ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, കാരണം ഇന്ത്യയിൽ ഒരാൾ മരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആദ്യം ഒരു ഇസ്രായേലുകാരനെ കൊല്ലണം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇസ്രായേലിന് ഇന്ത്യയോടുള്ള ഭാരതത്തോടുള്ള ആ ഒരു ബന്ധം. ഈ ഒരു പാകിസ്ഥാൻ ആക്രമണം, അതായത് ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടായപ്പോൾ പോലും ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും ഇസ്രായേൽ നൽകുമെന്ന് ഇസ്രായേൽ വാഗ്ദാനം നൽകിയിരുന്നു. ഒരു പക്ഷെ മറ്റുള്ള നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പല രാജ്യങ്ങളും, നമുക്കറിയാം നമ്മുടെ ഇവിടുന്നൊക്കെ തുർക്കിക്കൊക്കെ എത്ര കോടി രൂപ കൊണ്ടുവന്ന് കൊടുത്ത പല രാജ്യങ്ങളും ഇതിൽ നിന്ന് പിന്മാറിയപ്പോൾ കൂടെ നിന്നേ റഷ്യയും ഇസ്രായേലുമാണ് കൂടെ ഒപ്പം നിന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചേരുന്ന അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിന് ഒരു പ്രശ്നമുണ്ടായാൽ ഞങ്ങളൊപ്പമുണ്ട് എന്ന് ചില ചങ്ക് സുഹൃത്തുക്കൾ പറയുന്നത് തോളിൽ കൈ, അതൊരു ബലമാണ്. അത് പറയുന്നതല്ലേ യഥാർത്ഥ സുഹൃത്ത്. അല്ലാതെ ഈ പറഞ്ഞോണം ഭീകരവാദികൾക്ക് അനുകൂലമായി നിൽക്കുന്നവരല്ലല്ലോ രാജ്യത്തിന്റെ സുഹൃത്ത്. ചൈനയെ ഉൾപ്പെടെയുള്ള ഇവരനുകൂലിക്കുന്ന ചൈന LDF സർക്കാർ അനുകൂലിക്കുന്ന ചൈന ഉൾപ്പെടെ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പം മുഖ്യമന്ത്രി ഇത്രയും ഭയങ്കര വികാരനായിട്ട് തെമ്മാടി രാഷ്ട്രമാണ് ഇറാൻ, വെറുതെ ഇറാനെ ഇത് ചെയ്തു, പക്ഷെ അതിന് കാരണം എന്താണെന്നുള്ള മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നില്ല. ആണവായുധങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ അതൊരു കരാറ്. ഇപ്പൊ ട്രംപ് പറയുന്നത് പോലെ ഒരു കരാർ അവിടെ അവര് ഒപ്പിടാനോ ഒന്നും അവര് തയ്യാറല്ല, അതിന് വില്ലിങ് അല്ല. അപ്പൊ അത്തരത്തിൽ ഒരു ഇത് കാര്യം വരുമ്പോൾ മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾക്ക് ഭീഷണിയാണ്. ഒരു പക്ഷേ ട്രംപ് ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്തതായിരിക്കാം ഉറപ്പായിട്ടും. എന്തായാലും ഇതിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇതിൽ വേറൊരു കാര്യം എനിക്ക് വളരെ ഇസ്രായേൽ ഞാൻ പോയൊരാൾ
രാജ്യമാണത്. എനിക്കവിടെ സന്ദർശിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഞങ്ങളൊരു ടൂർ പ്രോഗ്രാം അവിടെ പോയിരുന്നു. 4 വർഷമാവും തോന്നുന്നു. അതിൻ്റെ അടുത്ത വർഷമാണ് ഈ ആക്രമണം നടന്നത്. അപ്പോൾ വളരെ ശാന്തമായിട്ടുള്ളൊരു രാഷ്ട്രമാണ് കേട്ടോ ഇസ്രായേൽ. അപ്പോൾ അവിടുത്തെ വ്യക്തികളാണെങ്കിലും അവർ തമ്മിലുള്ള ഇടപെടലുകളും നമ്മോട് ഉള്ള അവരുടെ അപ്രോച്ചും എല്ലാം നമുക്കത് ഞങ്ങൾ തിരിച്ച് ടൂർ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആ ഒരിത് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ക്രൂയിസിൽ പോകാനിടയപ്പോൾ അവിടുത്തെ സ്റ്റാഫെല്ലാം ഞങ്ങൾ ഇന്ത്യക്കാരാണ് വരുന്നതെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ വന്ദേ മാതരം പാടി ആ റെക്കോർഡിട്ട് അതിൻ്റെ കൂടെ അവർ ആ ഒരു ഓണർ തന്നുകൊണ്ടാണ് ഞങ്ങളെ ക്രൂയിസിലോട്ട് കയറ്റിയത്. ഞങ്ങൾക്ക് ഭയങ്കര നമുക്ക് ഒരു അന്യ രാജ്യത്ത് ചെന്ന് നിന്നിട്ട് നമ്മുടെ ഭാരതത്തിന് ഇത്രയും ഒരു ഓണർ കിട്ടി നമ്മൾ അങ്ങനെ സ്വീകരിക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ അത് ഭയങ്കരമായിരുന്നു കേട്ടോ. പക്ഷേ അടുത്ത വർഷം ഞങ്ങൾ കണ്ട പല സ്ഥലങ്ങളും ആക്രമണത്തിൽ നശിച്ചു ഞങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായി. ഭയങ്കരമായിട്ട് വേദന തോന്നി. കാരണം ഞങ്ങൾ ഭയങ്കര നല്ലൊരു രാജ്യം. പക്ഷെ ചിലത്ത് പോകുമ്പോൾ നമുക്ക് അത്രയും ഒരു ഹോംലി ഫീൽ നമുക്ക് ഉണ്ടാവില്ല. അവിടെ പോയപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നല്ല ഒരു അനുഭവമാണ്. നമുക്ക് ഏത് സ്ഥലത്ത് പോയാലും അവർക്ക് നമ്മളോടുള്ള ആ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് വളരെ വലുതായിരുന്നു അത്. അപ്പോൾ ഇതിങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ഞങ്ങൾ പോയവർ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞങ്ങളെല്ലാവരും അയ്യോ നമ്മൾ അന്ന് പോയ സ്ഥലം അന്ന് കണ്ട സ്ഥലം അതെല്ലാം ഇങ്ങനെ ആയില്ലോ. ഭയങ്കര നല്ല രസമുള്ളൊരു യേശുക്രിസ്തു ജനിച്ച സ്ഥലവും അതും എല്ലാം ഞങ്ങൾ കണ്ടിരുന്നു. നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ചില ഇരട്ടത്താപ്പ് നയങ്ങളോട് മാം എങ്ങനെ പ്രതികരിക്കുന്നത്? ഞാൻ പറയുന്നത് ഞാനോ അല്ലെങ്കിൽ രഞ്ജിനിയോ അതിലൊന്നും പ്രതികരിച്ചിട്ടേ ഈ ഒരു ഇപ്പോഴത്തെ നടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ, അതായത് ആനുകാലികം എന്ന് തന്നെ പറയാം, ഈ ഒരു സാഹചര്യത്തിൽ ഞാനോ ഒരു രഞ്ജിനിയോ ഒരു ജയശ്രീ ഗോപാലകൃഷ്ണനോ ഒന്നും അതിനെതിരെ പ്രതികരിച്ചിട്ടോ നമുക്ക് നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ഇപ്പോൾ സംസാരിച്ചു പ്രതികരിച്ചു ഒന്നും നടക്കില്ല. കാരണം പവർ അവരുടെ കയ്യിലാണ്. അതാണ് മെയിൻ. പവർ ആരുടെ കയ്യിലാണോ. പക്ഷേ വേറെ ഇതിനു മുമ്പും ഭരണം മാറി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനത് പാർട്ടി വൈസ് പറയുന്നല്ല, ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത്. ഓരോ വ്യക്തികളെ അധിഷ്ഠിതമാക്കിയാണ്. കാരണം ഇവരുടെ തന്നെ പാർട്ടിയിൽ എത്രയോ പേര് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭരിക്കുന്ന അവരുടെ ഭരണം കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോഴും മനസ്സിൽ ആരാധനയോടുകൂടി കാണുന്ന ചില വ്യക്തിത്വങ്ങളും ഒക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ നമുക്കത് ഒരു അതിശയമാണ് തോന്നുന്നത്. ഈ പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ഇതിൽ നമുക്ക് തമ്മിൽ പറഞ്ഞ് പ്രതികരിക്കാം എന്നുള്ളതല്ലാതെ നമുക്കൊരിക്കലും നേരിട്ടുള്ളൊരു ഇതിന് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കതൊരു സാധ്യമല്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം പഹൽഗാം ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ നയിച്ചു. ഇസ്രായേൽ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു മുഖത്തേക്ക് തന്നെ നിൽക്കുന്ന ഒരവസ്ഥ. തീർന്നിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂർ, തീർന്നിട്ടില്ല. ഏത് നിമിഷവും നമുക്ക് ഇതുപോലെ പ്രത്യാക്രമണം ഉണ്ടാകാം. ഇപ്പൊ 2 ഷിപ്പുകൾ ഇവിടെ ആക്സിഡന്റ് ആയി, ടാറ്റയുടെ ഫ്ലൈറ്റ് ഇതുപോലെ ഇതിന്റെയൊക്കെ അന്വേഷണങ്ങൾ നടക്കുന്നേ ഉള്ളൂ. നമ്മൾ ഈ തുടരെയുള്ള നമ്മുടെ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ തുടരെയുള്ള അപകടങ്ങൾ. അപ്പൊ തീർത്തും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ മറ്റുള്ള ലോകരാജ്യങ്ങളും പരസ്പരം യുദ്ധങ്ങളിലാണ്. ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നമ്മളുടെ ലോകരാജ്യങ്ങൾ പോകുമോ എന്നുള്ളൊരു ഭീതിയിൽ അപ്പോൾ ശരിക്കും നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വ്യക്തികൾ നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ എന്തൊക്കെയാണോ അഭിപ്രായങ്ങൾ അതിനോട് യോജിച്ച് നിൽക്കേണ്ടുന്ന സമയമല്ലേ? തീർച്ചയായിട്ടും. അത് സൈന്യം എന്ന് കാരണം നമ്മളിന്ന് ജീവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിന്ന് മനസ്സമാധാനത്തിൽ ഉറങ്ങുന്നത് ആ സൈന്യം അവിടെ നമുക്ക് കാവൽ നിൽക്കുന്നതുകൊണ്ടല്ലേ. ആ ഒരു സത്യം മാത്രം ഉൾക്കൊണ്ടാൽ തന്നെ ഇങ്ങനെ നമുക്ക് പ്രതികരിക്കാൻ തോന്നും. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് പറയാൻ തോന്നില്ല. കാരണം 3 ഫോഴ്സും നമുക്ക് വേണ്ടി എന്താണ് നമുക്ക് അതിർത്തിയിൽ അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അല്ലേ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു. പ്രത്യേകിച്ച് മാം ടൂറിസ്റ്റ് മേഖലയിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരുടെ മനസ്സിലേക്ക്, എല്ലാ വിദേശീയരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഗോഡ്സ് ഓൺ കൺട്രി നമ്മുടെ കേരളമാണ്. ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് അത്. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകൾ കാരണം ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഉറ്റുനോക്കുന്ന നമ്മുടെ പ്രത്യേകിച്ച് വിദേശികൾ ഇവിടുത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു സന്ദർഭത്തിൽ ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സൂക്ഷിച്ച് അല്ലെങ്കിൽ അതിൻ്റേതായ ചേരുന്ന ഭാഷയിൽ വേണ്ടി ഉപയോഗിക്കാൻ അതൊരു സത്യമാണ്. തീർച്ചയായിട്ടും അതൊരു സത്യമാണ്.
കാരണം ഈ ഒരു വാക്ക് പുറത്തേക്ക് വരുന്നത് ഇന്ത്യയുടെ ഒരു ജനപ്രതിനിധി അല്ലെ ഇന്ത്യയിലെ ഒരു നേതാവ് എന്നുള്ള രീതിയിലായിരിക്കും ഇതൊക്കെ പോകുന്നത്. കാരണം ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പോൾ കോൺഗ്രസിന്റെ സൈബർ ടീം ഇട്ട ഇത് വെച്ചാണ് അവർ അത്രയും ഇത് വിലപേശൽ നടത്തി അല്ലെങ്കിൽ പല രീതിയിൽ നമ്മളെ ഇന്ത്യയെ ചൂഷണം ചെയ്തത്. അതേപോലെ തന്നെ പല നേതാക്കന്മാരിട്ട പോസ്റ്റുകൾ പോലും പാകിസ്ഥാൻ ഏറ്റെടുത്ത് ഇത് ചെയ്തു. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ രാജ്യത്തിന് വേറൊരു നിലപാട്, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വേറൊരു നിലപാട് വരുമ്പോൾ ചില സംഘടനകൾ തന്നെ കണ്ടില്ലേ, എനിക്ക് ശേഷം പ്രളയമാണ്, മനസ്സിലായില്ലേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു വ്യക്തിക്കോ ഒരു പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ ഒന്നും അവിടെ ഒരു മേൽക്കൈ വരില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ. ഒരു ചെറിയ സംഘടന ആയപ്പോലും അതിൽ കണ്ടിട്ടില്ലേ, വയസ്സായി തപ്പിപ്പിടിച്ച് സ്റ്റേജിൽ കൊണ്ടുപോകണം, എന്നാലും ചുറുചുറുക്കുള്ള ആൾക്കാർ അതിലോട്ട് വരട്ടെ എന്ന് ചിന്തിക്കാറില്ല, ഒരിക്കലും ചിന്തിക്കില്ല. ഏതായാലും പല നിലപാടുകളും അവരുടെ മാറ്റിയിട്ടുണ്ടോ. ഭാരത് മാതാ കി ജയ് വരെ നമ്മൾ വിളിപ്പിച്ചല്ലോ, ഭാരതാംബയെ വരെ പോസ്റ്റർ ഇട്ടല്ലോ. എന്തായാലും ഇത് മാറിയുമായിരിക്കും.